ഫേസ്ബുക്കിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒരു രഹസ്യമൊന്നുമല്ല. ഒരുമാതിരി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരുപാട് ആൾക്കാർ ഫേസ്ബുക്ക് പ്രൊഫഷണൽ മോഡ് ആക്കി വെച്ചിട്ട് പൈസ അതിൽ നിന്ന് കിട്ടാത്ത ഒരു സംഭവമുണ്ട്. അപ്പോ ഇപ്പൊ ഞാനും പ്രൊഫഷണൽ മോഡ് ആക്കി വെച്ചിട്ട് ഒരുപാട് നാളായിരുന്നു. അപ്പൊ ഈ അടുത്ത് മാത്രമാണ് എനിക്ക് അതിൽ നിന്നൊരു റവന്യൂ എന്റെ ഫേസ്ബുക്കിന്റെ ഡാഷ്ബോർഡിൽ കാണിച്ചു തുടങ്ങിയത്. ഇത് നാളൊന്നും ആയിട്ടില്ല, കൂടി വന്ന ഒരു മാസമായി കാണും. എനിക്ക് ഇതിനകത്തുനിന്ന് വിഡ്രോ ചെയ്യാൻ പാകത്തിനുള്ള പൈസ ഇതുവരെ കിട്ടിയിട്ടുമില്ല. എനിക്ക് എന്റെ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ ആ പൈസ കാണിക്കാൻ തുടങ്ങിയതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ആധികാരികമായിട്ട് പറയാൻ പറ്റിയ ആളൊന്നുമല്ല ഞാൻ, പക്ഷെ ഇപ്പൊ എന്റെ ഡാഷ്ബോർഡിൽ എനിക്ക് കുറച്ച് പൈസ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ആദ്യമൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഫേസ്ബുക്ക് പ്രൊഫഷണൽ മോഡ് ആക്കിയെങ്കിലും ഇടയ്ക്ക് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടും, പിന്നെ അത് മൈൻഡ് ചെയ്യാതിരിക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് ഇല്ലായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷമാണ് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾക്ക് ഫേസ്ബുക്കിൽ നിന്ന് പൈസ കിട്ടി എന്ന് ഞാൻ അറിയുന്നത്. അപ്പോൾ അവർ കിട്ടിയത് ആ വീക്ക്ലി ചലഞ്ച് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് എന്നാണ് അവരെന്നോട് പറഞ്ഞത്. അപ്പം അത് വെച്ച് ഞാൻ പിന്നീട് അതിനകത്ത് ഫേസ്ബുക്കിലെ വീക്ക്ലി ചലഞ്ച് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ തുടങ്ങി. എന്തായാലും ഞാൻ ആ വീക്ക്ലി ചലഞ്ച് ഒക്കെ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമാണ് എനിക്ക് അതിനകത്തൊരു ഡാഷ്ബോർഡിൽ ഒരു എമൗണ്ട് കാണിച്ചു തുടങ്ങിയത്. വിഡ്രോ ചെയ്യാൻ പാകത്തിന് ഇതുവരെ ആയിട്ടില്ല, പക്ഷെ ഡാഷ്ബോർഡിൽ ഒരു എമൗണ്ട് കാണിച്ചു തുടങ്ങിയത് ഞാൻ ആ വീക്ക്ലി ചലഞ്ചുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ തുടങ്ങിയത് പിന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇടുന്ന വീഡിയോസ് ആൾക്കാരെ എന്റർടൈൻ ചെയ്യിക്കാൻ പാകത്തിനുള്ളതായിരിക്കണം. ഫേസ്ബുക്ക് നമ്മളൊരു ജോലിക്കാരൻ എന്നുള്ള രീതിയിലാണ് കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആൾക്കാരെ കൂടുതൽ നമ്മുടെ വീഡിയോയിൽ പിടിച്ചിരുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കൂടുതൽ പൈസ കിട്ടും. എനിക്ക് കൂടുതൽ റവന്യൂ ഇതിനകത്ത് വന്നേക്കുന്ന എൻഗേജ്മെന്റ് കൂടുതലുള്ള പോസ്റ്റുകളിൽ നിന്നാണ്. ഫേസ്ബുക്ക് ഇപ്പൊ നമുക്കൊരു പൈസ തരുമ്പോൾ അതിലും കൂടുതലൊരു പൈസ അവർക്ക് ആ ഒരു പരസ്യം കാണിച്ച് ഒരുപക്ഷെ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടാവാം, അല്ലാതെ അവരത് ആ പൈസ തരില്ലല്ലോ. ഇതിപ്പോ ഫേസ്ബുക്ക് എന്നല്ല, നമുക്ക് ഒരു പ്ലാറ്റ്ഫോമും ഫ്രീ ആയിട്ട് നമുക്ക് പൈസ തരില്ല. അപ്പൊ ഫേസ്ബുക്കിൽ നിന്ന് നമുക്കൊരു പൈസ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആദ്യം അതൊരു പ്രൊഫഷണൽ മോഡിലേക്ക് ആക്കി വെക്കണം. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ഇട്ട് വെക്കണം. അതൊരു കാരണവശാലും വീണ്ടും പോസ്റ്റ് ചെയ്യുന്ന പരിപാടി നമ്മൾ നിർത്തരുത്. എപ്പോഴാണോ നമ്മൾ പോസ്റ്റ് ഇടുന്ന പരിപാടി നിർത്തുന്നത്, അപ്പൊ നമ്മുടെ മുൻപ് നമ്മൾ ഇട്ട് വെച്ച വീഡിയോസിന്റെ വ്യൂസും അവിടെ നിൽക്കും. എൻ്റെ ഒരു അനുഭവമാണ്, ശരിക്കും അങ്ങനെ തന്നെയാണോ എന്നറിയില്ല. ഞാൻ ചെയ്തപ്പോ കുറച്ച് നാൾ ഗ്യാപ്പ് വന്ന സമയത്ത് അതൊരു കുറച്ച് വ്യൂസ് വന്ന്, അത് കഴിഞ്ഞിട്ട് അതിന്റെ വ്യൂസ് അവിടെ നിൽക്കും. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തുടങ്ങിയ പിന്നെ പഴയ വീഡിയോസിലും ഇങ്ങനെ വ്യൂസ് 1 വ്യൂ 2 വ്യൂ 3 വ്യൂ അങ്ങനെ പയ്യെ 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 കയറി വരുന്നുണ്ട്. അപ്പോൾ ആ പഴയ വീഡിയോയിൽ നിന്നും ഞങ്ങളിങ്ങനെ നീങ്ങും പോകും തോറും വ്യൂസ് കയറി വരും തോറും നമുക്ക് അതിൽ നിന്ന് കുറച്ച് പൈസ കൂടെ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഫേസ്ബുക്കിൽ എന്തിട്ടാലാണ് കൂടുതൽ പൈസ കിട്ടുന്നത് എന്നുള്ളത് അവനവൻ ഇടുന്നത് പോലെ ഇരിക്കും, അവനവൻ്റെ സ്കില്ല് പോലെ ഇരിക്കും. ഞാൻ വെറുതെ എൻ്റെ കുറച്ച് ഫോട്ടോസ് ഇട്ടിട്ട് ലൈക്ക് കമന്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കമന്റ് ചെയ്യും ലൈക്ക് ചെയ്യുമെന്ന്. ഞാനൊരു പക്ഷെ എനിക്ക് എന്റർടൈൻ ചെയ്യാൻ പാകത്തിന്, ആൾക്കാരെ ചിരിപ്പിക്കാൻ പാകത്തിന് ഒരു കോമഡി സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അതിൽ അഭിനയിക്കോ അല്ലെങ്കിൽ അതൊന്ന് സംവിധാനം ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കാണാൻ ഒരുപക്ഷെ ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ എൻ്റെ ഒരു ഭയങ്കര അഭിനയ മുഹൂർത്തമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അത് കാണാനും ഒരുപക്ഷെ ആൾക്കാരുണ്ടാവും. വെറുതെ ഒരു ഫോട്ടോ ഇട്ടിട്ട് അത് കാണുക ലൈക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ അതധികം ആൾക്കാർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഈ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. അപ്പൊ എൻ്റെ ഒരു പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ ചെറിയൊരു എമൗണ്ട് കാണിച്ചു തുടങ്ങി. അപ്പൊ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കുത്തിയിരുന്ന് കണ്ടതുകൊണ്ടാണ് എനിക്ക് ആ ഒരു എമൗണ്ട് കാണിച്ചു തുടങ്ങിയത്. എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്.